എടാ നല്ല ഫുഡാണല്ലോ, ഇതെങ്ങനെ കുറ്റം പറയണേ? ഇത് ശരിയാവോ? എടാ അതൊന്നും നോക്കണ്ട, പിന്നെ ഇതിനോട് പറഞ്ഞു വിട്ടത്. എടാ നീ ധൈര്യം ഇട്ട് പറഞ്ഞു, ഒരു കുഴപ്പമുണ്ടാവൂല. നിന്റെ ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരും വരില്ല. അങ്ങനെ പതിയെ കച്ചവടം കുറയുമ്പോ കാർന്നൊരു താനെ കട പൂട്ടിക്കോളും. ഹായ് ഹലോ നമസ്കാരം. ഞാനങ്ങനെ സാധാരണ ഫേസ്ബുക്ക് ലൈവ് ഒന്നും പോകാറില്ല. പക്ഷെ ഇന്ന് ഞാൻ ലൈവ് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഞാനിന്ന് ഫുഡ് കഴിച്ചത് നെല്ലിമരത്തിനടുത്തുള്ള ഈ കടയിൽ നിന്നാണ്. കടയിലെ ഫുഡ് ഭയങ്കര അലമ്പാണ്, എന്റെ കാശ് പോയി. അതുപോലെ ഒന്നാമത്തെ കാര്യം ഒരു വകയ്ക്ക് കൊള്ളാത്ത ഫുഡാണ്, വായിലേക്ക് കൊള്ളില്ല. പിന്നെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞത് ഇതാ നിൽക്കുന്ന പുള്ളിനെ കണ്ട ആ പുള്ളി എന്ന് പറഞ്ഞാൽ നഖമൊക്കെ വളർത്തി ഓരോക്കെ മേനകെട്ട രൂപമായിട്ട് കറിക്കരിയണത് പോലും ആ നഖം വെച്ചിട്ടാണ് എനിക്ക് സംശയമുണ്ട്. മുടി കിട്ടില്ലേ? എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഈ ഹോട്ടലിൽ ദൈവത്തെ ഓർത്ത് ആര് ഫുഡ് കഴിക്കും, അത്രയും പറയാനുള്ളത്. അപ്പൊ എന്റെ ലൈവിൽ നിന്ന് നോക്കിയിട്ട് താങ്ക് യു, നന്ദി. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലോ, നല്ല നാടൻ ഫുഡാണ് അവിടുത്തെ. ഒരാളുടെ കോലം വെച്ചിട്ടാണ് അവിടെ കോപ്പ ഫുഡിന്റെ കാര്യം പറയണത്.